600 ചില്ലാനം ജനങ്ങൾ താമസിക്കുന്ന, അതായത് അവരുടെ കുടുംബമില്ലാതാകുന്നത് ഇവിടെ തൊട്ടടുത്ത മുനമ്പത്ത്. ഇതെവിടെയും സംഭവിക്കാം. എടപ്പള്ളിയിൽ സംഭവിക്കാം. എടപ്പള്ളിയിൽ ഭഗവതി അമ്പലത്തിൻ്റെ തൊട്ട് മുന്നിൽ ഒരു കോണം പോലൊരു സ്ഥലമുണ്ട്. അതിപ്പോഴും ആരുടെയൊക്കെ കയ്യിലാണെന്നറിയില്ല. അത് ക്ഷേത്രത്തിന് കിട്ടിയിട്ടില്ല, ക്ഷേത്രത്തിൻ്റെ പേരിലായിരുന്നു. അപ്പോൾ അതുപോലും പിടിച്ചെടുക്കുമ്പോൾ ഞങ്ങൾക്കൊക്കെ പേടി എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട് അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥലം ഏതെങ്കിലുമൊക്കെ ആൾക്കാർ കൊണ്ടുപോകുക എന്നുള്ള പേടിയാണ്. ഞാൻ ജാതി പറയുന്നില്ല, പക്ഷേ ഭയമുണ്ട്. മറ്റൊന്ന് വികസനം വികസിച്ച് ക്ഷേത്രങ്ങളിലുള്ള സ്വർണം വരെ അടിച്ചു മാറ്റിയില്ലേ? ഏത് ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഇല്ലാത്തത്? അപ്പോൾ ഇതിനൊന്നും എല്ലാവരും, അത് UDF ആയാലും LDF ആയാലും ചെല്ലുക, 5 കൊല്ലം കൊണ്ട് മാക്സിമം നേടുക. ഇതിനകത്ത് ഇരിക്കുന്ന ഈ ഭരിച്ച എല്ലാ ബഹുമാന്യരായ മന്ത്രിമാരായിക്കോട്ടെ, മുഖ്യമന്ത്രിമാരായിക്കോട്ടെ, എനിക്ക് പറയാനുള്ളത്, ഇവരൊക്കെ ഈ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ, രാഷ്ട്രീയം വലിയൊരു ബിസിനസ്സാണ് സഹോദരങ്ങളെ. രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അവരെ ഒന്നുമില്ലാതെ വന്ന ആൾക്കാർ ഇന്ന് ഓരോരുത്തരുടെയും ആസ്തി നോക്കണം. അവർക്കുള്ളത് കോടികളാണ്, മക്കൾക്ക് കോടികൾ. ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ മക്കൾ പഠിച്ചത് അമേരിക്കയിലും മറ്റിടത്തൊക്കെ പോയിട്ടാണ്. അവർ നല്ല നിലയിൽ ജോലി ചെയ്ത് വലുതാവുന്നുണ്ട്. ഇവിടെ ബാക്കിയുള്ളവൻ്റെ മക്കളൊക്കെ ഇവിടെ കൊടി പിടിക്കാനും അതിനും പോയിട്ട് അവനൊന്നും ആകാത്ത അവസ്ഥയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വികസനത്തിന് നന്ദി പറയേണ്ടത് പാവങ്ങളായ പ്രവാസികൾക്കും, അതുകൂടാതെ കേരളം നന്നാവുമെന്ന് വിശ്വസിച്ച് ഇപ്പോഴും ഇവിടെ തൂങ്ങി നിൽക്കുന്ന ഈ ചെറുപ്പക്കാർക്കും. ഇപ്പോഴും എല്ലാ കുട്ടികളുടെയും ടെൻഷനാണ്. എൻ്റെ മക്കളടക്കം പലരും പുറത്തു പോയിട്ടാണ് ജീവിക്കുന്നത്.